Hi friends, welcome to a new video from English with SC. കഴിഞ്ഞ ക്ലാസ്സുകളായി നാം ഇപ്പോൾ വളരെ നല്ല രീതിയിൽ സെൻറ്റൻസുകൾ എങ്ങനെ നിർമ്മിക്കാം, വാക്യങ്ങൾ വിവിധ രീതിയിലുള്ള വാക്യങ്ങൾ എങ്ങനെ നിർമ്മിക്കാം എന്ന ക്ലാസ്സുകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലാത്തവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുകൂടി കണ്ടിട്ട് ഈ ക്ലാസ്സുകളിലേക്ക് പോവുക. ഓക്കെ, പഠിക്കുന്നു സ്റ്റഡി അല്ലെങ്കിൽ സ്റ്റഡീസ്, പഠിച്ചിരുന്നു സ്റ്റഡീഡ്, പഠിക്കും വിൽ സ്റ്റഡി, ദെൻ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പം പഠിച്ചിട്ടുണ്ട് സ്റ്റഡീഡ്, ഹാസ് സ്റ്റഡീഡ് ഓർ ഹാവ് സ്റ്റഡീഡ്, പഠിച്ചിട്ടുണ്ടായിരുന്നു ഹാഡ് സ്റ്റഡീഡ്, അതിന് മറ്റു ഫോമില്ലല്ലോ, ഹാഡ് സ്റ്റഡീഡ്. പിന്നെ നമ്മൾ ഏതാ പഠിച്ചത്? പഠിച്ചുകൊണ്ടിരിക്കുകയാകുന്നു അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ്? ഈസ്, ആം, ആർ സ്റ്റഡിയിങ്. പിന്നെയോ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വാസുർ വേർ സ്റ്റഡിയിങ്. ഇത്രയും ഫോംസാണ് നമ്മൾ പഠിച്ചത്. ഇതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ടെൻസ് ഫോംസിൻ്റെ ഏകദേശം എല്ലാ രൂപങ്ങളും നിങ്ങൾ പഠിച്ചു. അപ്പോൾ ഞാനത് ഗ്രാമർ പോർഷൻസിൻ്റെ ടച്ചിങ്സ് ഒന്നും ഇല്ലാതെ ഇത് പഠിപ്പിക്കുന്നതിന് കാരണം സ്പോക്കൺ ഇംഗ്ലീഷിൽ നിങ്ങൾ സംസാര ഭാഷ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, പഠിച്ചിട്ടുണ്ടായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് മുമ്പ് ആരംഭിച്ച് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് എങ്ങനെയെന്നാണ്. അതായത് ഇപ്പോൾ നമ്മൾ പറയാണ്, ഇപ്പം ഞാനിങ്ങനെ 10 വർഷമായിട്ട് ഇപ്പോഴും വിദേശത്ത് ജോലി ചെയ്യാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ നൗ ഇപ്പോഴും, അല്ലെങ്കിൽ ദിസ് വീക്ക് ഈ ആഴ്ചയും, അല്ലെങ്കിൽ ദിസ് മന്ത് ഈ മാസത്തിലും, ദിസ് ഇയർ ഈ വർഷവും എന്നൊക്കെ ഉള്ള വാക്കുകൾ ഇത് സംസാരിക്കുമ്പോൾ നമ്മുടെ ഇതിൻ്റെ കൂടെ വരും. ഓക്കെ, അപ്പോൾ അതുപോലെ മറ്റു പ്രധാനമായ ഒരു കാര്യം, ഇത് നമ്മൾ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുമ്പോൾ, അതായത് ഇപ്പോൾ ഞാൻ പറയാണ് 10 വർഷമായി ഞാൻ ഇംഗ്ലീഷ് അധ്യാപികയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 10 വർഷമായി. അല്ലെങ്കിൽ ഞാൻ പറയാണ് 2003 മുതൽ ഞാൻ അധ്യാപികയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് 10 വർഷമായി, രണ്ടാമത് പറഞ്ഞത് 2003 മുതൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 വാക്കുകളുണ്ട്, അതായത് ഫോർ, അതുപോലെ തന്നെ സിൻസ്. അപ്പോൾ ഫോർ എന്നതിന് നിങ്ങൾ ആയി എന്ന് പഠിക്കുക. നിങ്ങൾ പ്രിപ്പോസിഷൻ പഠിക്കുന്ന ഫോർ അല്ല ഇവിടെ പറയുന്നത്. ഫോർ ഏതെങ്കിലും വർഷങ്ങളെ അല്ലെങ്കിൽ കുറച്ച് മാസമായി, കുറച്ച് വർഷമായി, കുറച്ച് ദിവസമായി എന്നൊക്കെ പറയുന്നതിന് ഫോർ ഉപയോഗിക്കുന്നു എന്നും, അതുപോലെ മുതൽ എന്ന് പറയുമ്പോൾ, അതായത് ഈ മാസം മുതൽ അല്ലെങ്കിൽ ഈ ദിവസം മുതൽ, ഏതെങ്കിലും ഒരു ദിവസം പറഞ്ഞിട്ട് പർട്ടിക്കുലറായിട്ട് പറയുന്നത് മുതൽ. അപ്പോൾ അത് സിൻസ് എന്നതുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലും നമ്മൾ ഈ പറയുന്ന സെൻറ്റൻസുകൾ, അതായത് ഞാൻ 10 വർഷമായി വിദേശത്ത് ജോലി ചെയ്യാണ്, ഞാൻ 2002 മുതൽ സ്കൂളിൽ പഠിപ്പിക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ്? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് ING ആണ് ഉപയോഗിക്കുന്നത്, അല്ലേ? അതായത് ഈ സ്റ്റഡിയിങ് അല്ലെങ്കിൽ ആർ സ്റ്റഡിയിങ്, അല്ലേ? എന്നാൽ പഠിച്ചിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ ഹാസ് സ്റ്റഡീഡ്, ഹാവ് സ്റ്റഡീഡ്, ഇത് രണ്ടുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. ഇപ്പം ഞാൻ പറയാണ്, ഞാൻ 10 വർഷമായി വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 10 വർഷമായി വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം അത് ചെയ്യുന്നുണ്ട്, ഓക്കെ, അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പം മുമ്പ് സ്റ്റാർട്ട് ചെയ്ത് 10 വർഷമായി, അതായത് ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയില്ല, 10 വർഷമായി. അപ്പോൾ അവിടെ ആ ഫോർ അവിടെ എങ്ങനെ പറയുമെന്ന് നോക്കാം. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ 10 years പറഞ്ഞിട്ടുണ്ട്, അത് ഏറ്റവും ലാസ്റ്റിലാണ് ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ പറയാണ് I have been working for 10 years. ഓക്കെ, അപ്പോൾ ഞാൻ 10 വർഷമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറയുന്നത്. വിദേശത്തൊന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാൻ 10 വർഷമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഹാവ് ഓർ ഹാസ്, അവിടെ ഇപ്പോൾ ഐ വരുമ്പോൾ ഹാവ് ആണല്ലോ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ V3 ഫോം ഉപയോഗിക്കുന്നതിന് പകരം അവിടെ ബീൻ ഉപയോഗിക്കുന്നു. ഐ ഹാവ് ബീൻ വർക്കിംഗ് ING ഫോം. ഓക്കെ, അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ ഹാവ് വർക്ക്
ഫസ്റ്റ്, അതുപോലെ തന്നെ ഈസാമാർ വർക്കിംഗ്, ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഹാവ് വർക്കിംഗ് എന്ന് പറയത്തില്ല. അതിന് പകരം ഹാവിൻ്റെ V3 യൂസ് ചെയ്യുന്നതിന് പകരം അവിടെ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ 10 years. അപ്പോൾ പറയാണ് 2000 മുതൽ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് പറയും? ഐ ഹാവ് ബീൻ വർക്കിംഗ് സിൻസ് 2002. I have been working since 2002. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് ഐ ഹാവ് ബീൻ വർക്കിംഗ് എബ്രോഡ് ഫോർ 10 years. പിന്നെ പറഞ്ഞത് ഐ ഹാവ് ബീൻ വർക്കിംഗ് എബ്രോഡ് സിൻസ് 2002. ഓക്കെ, അതുപോലെ ഇപ്പം പറയാണ് 1990 മുതൽ കണ്ടോ ഇന്ത്യ ഹോക്കി മത്സരങ്ങളിൽ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്? അപ്പോൾ അത് ഞാനൊരു സെൻറ്റൻസായിട്ട് പറഞ്ഞാണ് 1990 മുതൽ ഇന്ത്യ ഹോക്കി മത്സരങ്ങളിൽ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ എങ്ങനെ പറയാം? ഇന്ത്യ ഹാസ് ബീൻ വിന്നിങ് ഹോക്കി മാച്ചസ് സിൻസ് 1990. കണ്ടോ, അവിടെ ഫ്രം 1990 എന്നും പറയാം, 1990 മുതൽ. അപ്പം സിൻസും ഫോറും ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാണ്, 5 വർഷമായി എൻ്റെ സഹോദരി ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 5 വർഷമായി എന്ന് പറയുമ്പോൾ ആയി എന്ന് പറയുമ്പം 4-5 years. അപ്പോൾ എൻ്റെ സഹോദരിയെ പറ്റി പറയുകയാണല്ലോ. മൈ സിസ്റ്റർ ഹാസ് ആണോ ഹാവ് ആണോ? ഹാസ് ബീൻ പഠിച്ചുകൊണ്ട് സ്റ്റഡിയിങ് ഇൻ എ സ്കൂൾ ഫോർ 5 വർഷമായി 5 years. ഓക്കെ, മൈ സിസ്റ്റർ ഹാസ് ബീൻ സ്റ്റഡിയിങ് ഇൻ എ സ്കൂൾ ഫോർ 5 years. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെ ഐയും യുവും വി അതുപോലെ ദേ പ്ലൂറൽ ഫോംസ് ഒക്കെ വരുമ്പം ഹാസ് ഓർ ഹാവ് ബീൻ പ്ലസ് INGയും, എന്നാൽ ഹീ ഷീ ഇറ്റ് ഇപ്പം രാജു രാധ അമ്മു എന്നൊക്കെ പറഞ്ഞു വരുമ്പം ഹാസ് പ്ലസ് ബീൻ പ്ലസ് ING ഫോമും ഉപയോഗിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ ടെൻസ് ഫോമിൽ പഠിപ്പിക്കാത്ത നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാനാണ്. അപ്പോൾ നിങ്ങൾ ഇതിങ്ങനെ തന്നെ പഠിച്ചു പോവുക. ഇപ്പം ഈ ക്ലാസ്സിൽ കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം സംസാര ഭാഷയിൽ ഉപയോഗിക്കേണ്ട എല്ലാ ഫോംസും പഠിച്ചിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ക്ലാസ്സുകളെല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്ത് ഒറ്റ ക്ലാസ്സായിട്ട് ഞാൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എക്സസൈസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ നിങ്ങളൊന്ന് കാണുക. ഓക്കെ, അപ്പോൾ ഞാനൊരു 2-3 ക്വസ്റ്റ്യൻ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പറയാം, നിങ്ങളത് എഴുതാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ പാവപ്പെട്ടവരെ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുക, നിങ്ങൾ പാവപ്പെട്ടവരെ 2020 മുതൽ സേവിച്ചു കൊണ്ടിരിക്കുകയാണ്. സേവിക്കുക എന്ന് പറയുമ്പം സെർവിങ് ആണ്. ഓക്കെ, 2020 മുതൽ സേവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 മണിക്കൂറായി എൻ്റെ കുട്ടികൾ TV-യിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പം മൈ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടികളാണ് TV-യിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അറിയാമല്ലോ, വാച്ചിങ് ആണ്. ഓക്കെ, മൈ ചിൽഡ്രൻ ഏത് വന്നാലും സബ്ജക്റ്റിൻ്റെ കൂടെ ആദ്യം നിങ്ങൾ വെർബ് എഴുതുക. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ നമ്മുടെ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് എഴുതുക. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഞാൻ പഠിക്കുന്നു. ഓക്കെ, നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ പഠിക്കുന്നു. അടുത്തത് ഞാൻ പഠിച്ചിരുന്നു. അപ്പോൾ പഴയ ക്ലാസ്സിൻ്റെ ആണ്. ഞാൻ പഠിക്കും. ഓക്കെ, അടുത്തത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദെൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഓരോന്നും മനസ്സിലാവാൻ വേണ്ടിയാണ്. പിന്നെ ഞാൻ പറയുന്നത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് ഞാൻ
ഞാൻ 3 വർഷമായി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ 3 വർഷമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആയിരുന്നു എന്നല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത് മുമ്പ് തുടങ്ങിയത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ 3, 6, 8, 10ഓളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എല്ലാം കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ടൈപ്പ് ചെയ്താൽ ഞാൻ അതിൻ്റെ മറുപടി അപ്പോൾ തന്നെ തരുന്നതായിരിക്കും. കൂടുതൽ പേരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളാണ് എൻ്റെ വീഡിയോകളുടെ ജീവൻ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.